മോർണിംഗ് പ്രേസ് കാർഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ദൈവം വളരെയധികം കരുണയുള്ളവനാണ്, മേഴ്സി ഉള്ളവനാണ്, അല്ലെ? മേഴ്സി ഇല്ലാത്ത ഒരു കാര്യം നമ്മുടെ ദൈവം ചെയ്യത്തില്ല. നമ്മൾ ബൈബിളിലേക്ക് നോക്കും, നമുക്ക് കാണാൻ പറ്റുന്ന അതാണ്. നമ്മളുടെ ദൈവം എപ്പോഴും കാരുണ്യത്തോടു കൂടി മാത്രം പെരുമാറുന്ന ദൈവം, അല്ലെ? നമ്മുടെ ദൈവം എന്നും മനുഷ്യവർഗത്തെ സ്നേഹിക്കുന്ന ദൈവം. ദൈവത്തിന്റെ സ്നേഹം, മനുഷ്യനോടുള്ള സ്നേഹം ദൈവം പ്രകടിപ്പിച്ചു ക്രോസ് ഓഫ് കാൽവറി വെച്ചാണ്, സ്വന്തം പുത്രനെ, അല്ലെ? അപ്പോൾ നമുക്കൊരു പുത്രനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്ന് തന്നെയാണെന്ന് നമുക്കറിയാം, അല്ലെ? അപ്പം ദൈവം യേശു ക്രിസ്തു ക്രോസ് ഓഫ് കാൽവരി മനുഷ്യവർഗത്തിന് വേണ്ടി മരിച്ചുകൊണ്ടാണ് തൻ്റെ സ്നേഹം മനുഷ്യരോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചത്, അല്ലെ? അപ്പോൾ ദൈവത്തിന് ഒരൊറ്റ കാര്യമേ ഉള്ളൂ മനസ്സിലെന്ന് വെച്ചാൽ തൻ്റെ സൃഷ്ടിയായിട്ടുള്ള മനുഷ്യവർഗം മൊത്തം തൻ്റെ ഒപ്പം ഉണ്ടായിരിക്കുക എന്നുള്ളത്. ഒരാൾ പോലും നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കാത്ത ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പം ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ, അല്ലെ, അവരെ മോസസ് അവരുടെ ലീഡർ ആയിക്കൊണ്ട് ദൈവം ഈജിപ്തിൽ നിന്ന് അവരെ കൊണ്ടുവരുമ്പോൾ ദൈവം ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പം അതിനു മുമ്പ് നമുക്കറിയാം, ഈജിപ്തിൽ ദൈവം ഒരുപാട് പ്ലേഗ്സ് ഒക്കെ 10, അല്ലെ, 10 പ്ലേഗുകൾ ചെയ്യുമ്പോൾ മോസസിനോട് അതിന് മുമ്പ് ഇങ്ങനെ പറഞ്ഞു, നീ ഇങ്ങനെയാണ് പറയേണ്ടത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് അറിയും ഞാൻ യഹോവയാണ്, അല്ലെ? ഞാൻ എൻ്റെ കൈകൾ അവർക്ക് നേരെ നീട്ടുമ്പോൾ, അല്ലെ, ഞാൻ എൻ്റെ കൈകൾ കൊണ്ട് ഇസ്രായേൽ മക്കളെ അവരുടെ കയ്യിൽ നിന്ന് ഈജിപ്ഷ്യന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുമ്പോൾ അവരറിയും, ഈജിപ്ഷ്യൻസ് അറിയും ഞാൻ യഹോവയാണ്. അപ്പൊ ദൈവം അങ്ങനെ പറയുന്നത് എന്താ പറയുന്നത്, താൻ യഹോവയാണെന്നൊക്കെ കാണിക്കാൻ, വെറുതെ ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയല്ല പറയുന്നത്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈജിപ്ഷ്യൻസ് ആയിരുന്ന ആ വിച്ച് ക്രാഫ്റ്റിലും മന്ത്രവാദത്തിലും ഒക്കെ ആയിരുന്നു. അവത്തിൽ നിന്നെല്ലാം വിടുവിച്ച് അവൻ മന്ത്രവാദം സെയ്റ്റന്റെ പരിപാടിയാണ്, സെയ്റ്റിന് വേണ്ടി ചെയ്യുന്ന പൂജയല്ല. അപ്പൊ സൈറ്റിനേക്കാളൊക്കെ വലിയ ദൈവം, അല്ലെ, ജീവിക്കുന്ന ദൈവം ഞാനാണ് എന്ന് അവര് അറിയണം. അതുവഴി യേശുവിനെ അവര് എന്താ പറയാ വിശ്വസിക്കും, രക്ഷകനായിട്ട് സ്വീകരിക്കുമല്ലോ. അപ്പൊ അതാണ് ദൈവത്തിന്റെ ആഗ്രഹം, അല്ലെ? നമ്മുടെ ദൈവത്തിന് ഒരാൾ പോലും നശിച്ചു പോകണമെന്ന് ആഗ്രഹമില്ല, ഒറ്റ ആൾ പോലും നശിച്ചു പോകണമെന്ന് ആഗ്രഹമില്ലാത്തത് കൊണ്ട് അങ്ങനത്തെ ഒരു കാര്യം ദൈവം പറയുന്നു, അല്ലെ? ഞാൻ യഹോവയാണെന്ന് എല്ലാവരും അറിയണമെന്നുള്ള. ഈജിപ്ഷ്യൻസ് മാത്രമല്ല, ലോകം മൊത്തം അറിയണം, അല്ലെ? എൻ്റെ പേര് എല്ലാവരും അറിയണം. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം, അല്ലെ? അതാണ് നമ്മുടെ ദൈവത്തിന്റെ മനസ്സ്. അപ്പൊ അതാണ് തന്റെ ടോപ്പിക്ക്. മുമ്പോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ച ശേഷം നമുക്ക് സംസാരിക്കാം. കർത്താവേ, സമയത്തിന് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ സ്നേഹം പോലെ, അങ്ങയുടെ കരുത്തിൽ പോലെ, അങ്ങയുടെ കൃപ പോലെ ഒന്നും ഇല്ല കർത്താവേ. ഓ ലോർഡ് ഫാദർ, ഒരുപാട് ദൈവങ്ങളെ കാണുന്നുണ്ടെങ്കിലും കർത്താവേ, ആരും തന്നെ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചിട്ടില്ല, ഉയർത്തെഴുന്നേറ്റിട്ടില്ല കർത്താവേ. ആരും തന്നെ ഞങ്ങളുടെ പാപത്തെ കളഞ്ഞുകൊണ്ട് ഞങ്ങളെ വീണ്ടെടുത്തിട്ടില്ല കർത്താവേ. താങ്ക് യു ജീസസ് മാസ്റ്റർ. അപ്പൊ ഞങ്ങളുടെ സഹനത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നതിനും കർത്താവ് ഇവിടെ ജീവിച്ചതിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളുടെ ക്രോസ് ഓഫ് കാൽവറിനോട് നന്ദി പറയുന്നു. യേശു നാമത്തിന്റെ കർത്താവ് ഇന്നും ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങ് ചെയ്തു വരുന്ന ഓരോ മഹത്തരമായിട്ടുള്ള കാര്യങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ. താങ്ക് യു ജീസസ് മാസ്റ്റർ. ഇതിനൊന്നും ഞങ്ങൾ അർഹരല്ല, പക്ഷെ എന്നാലും അങ്ങയുടെ സ്നേഹം ഞങ്ങളെ തേടിയെത്തുന്ന ഓരോ പ്രാവശ്യം. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് ആൻഡ് വർഷിപ്പ് യേശുവേ. നന്ദി പറയാം കർത്താവേ. ഹോളി സ്പിരിറ്റ് ഗോഡ് ഞങ്ങളെ ടീച്ച് ചെയ്യാൻ അപേക്ഷിക്കുന്നു യേശു നാമത്തിൽ. ആമേൻ. നമുക്കിന്ന് പുറപ്പാട് പുസ്തകത്തിലേക്ക് പോകാം. എക്സോഡസ്, അല്ലെ? എക്സോഡസിന്റെ പുറപ്പാടിന്റെ 7ാമത്തെ ചാപ്റ്ററിന്റെ 1 തൊട്ട് 6 വരെയുള്ള വാക്കുകൾ നമുക്ക് പെട്ടെന്നൊന്ന് വായിക്കാം. പുറപ്പാടിന്റെ അധ്യായം 7, 1 തൊട്ട് 6 വരെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. യഹോവ മോശയോട് അരുളി ചെയ്തത്, നോക്കൂ, ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു. നിന്റെ സഹോദരൻ അഹരോൻ നിനക്ക് പ്രവാചകനായിരിക്കും. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും നീ പറയണം. നിന്റെ സഹോദരനെ അഹരോൻ ഇസ്രായേൽ മക്കളെ തന്റെ ദേശത്ത് നിന്ന് വിട്ടയപ്പാൻ ഫറവോനോട് പറയണം. എന്നാൽ ഞാൻ ഫറവോന്റെ ഹൃദയം കഠിനമാക്കും. മിസ്രയീം ദേശത്ത് എന്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും പെരുകും. ഫറവോൻ നിങ്ങളുടെ വാക്കു കേൾക്കുകയില്ല. ഞാൻ മിസ്രയീമിന്മേൽ എന്റെ കൈ വെച്ചു വലിയ ശിക്ഷാവിധികളാൽ എന്റെ ഗണങ്ങളെ, എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ തന്നെ ഇസ്രായേൽ ദേശത്തു നിന്ന് പുറപ്പെടുവിക്കും. അങ്ങനെ ഞാൻ എന്റെ കൈ മിസ്രയീമിന്മേൽ നീട്ടി ഇസ്രായേൽ മക്കളെ അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെടുവിക്കുമ്പോൾ ഞാൻ യഹോവ എന്ന് മിസ്രയീമ്യർ അറിയും. മോശയും അഹരോനും യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്യും. അവർ അങ്ങനെ തന്നെ ചെയ്തു. അപ്പൊ ഞാൻ എൻ്റെ കൈ നീട്ടി ഇസ്രായേൽ മക്കളെ
ഈജിപ്തിൽ നിന്ന് വിടുവിക്കുമ്പോൾ ഈജിപ്തിലുള്ളവര് മിസ്രയീംകാരില്ല അവരറിയും ഞാൻ യഹോവയാണെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലോർഡ് ആണെന്ന് ക്യാപിറ്റൽ LORD ലോർഡ് ആണെന്ന് അവർക്ക് മനസ്സിലാകും. ഞാനാണ് ലോർഡ് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാകും. അപ്പൊ ദൈവം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് എന്തിനാണ് ഇസ്രായേൽ മക്കളെ വിടുവിക്കുമ്പോൾ ഈജിപ്തുകാർ എന്തിനറിയാണ് ഞാൻ താൻ ലോർഡാണെന്നുള്ള കാര്യം എന്ന് മനസ്സിലാക്കണമെന്ന് നമ്മൾ ഇതേ ചാപ്റ്റർ തന്നെ ഏഴാമത്തെ ചാപ്റ്ററിന്റെ 11ാമത്തെ വാക്കിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം കാണാൻ പറ്റും. അപ്പോൾ ഫറവോൻ വിദ്വാൻമാരെയും ശുദ്രക്കാരെയും വിളിപ്പിച്ചു. മിസ്രയീം മന്ത്രവാദികളായ ഇവര് തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ തന്നെ ചെയ്തു. അപ്പോ മോസസും ആരോനും ഫറവോന്റെ മുമ്പിൽ ചെന്നിട്ട് മിറക്കിൾസ് കാണിച്ചപ്പോൾ അല്ലെ, വടി താഴെ ഇട്ട് പാമ്പായി കഴിഞ്ഞപ്പോൾ അല്ലെ, എന്താ പറയാ, ഫറവോൻ എന്ത് ചെയ്തു? അവന്റെ വിദ്വാൻമാര് വൈസായിട്ടുള്ള ആൾക്കാരെ വിളിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം വിചാരിക്കും ചിലപ്പോ അഡ്വൈസ് കിട്ടാൻ വേണ്ടിയായിരിക്കും ഇനി എങ്ങനെയാണ് എന്നുള്ള കാര്യം മുമ്പോട്ട് തീരുമാനിക്കുന്നതായിരിക്കും. അതുകൊണ്ടല്ല, വിദ്വാൻമാർ ശുദ്രക്കാരും വിളിപ്പിച്ച് എന്തിനാന്ന് വെച്ചാൽ ഇവര് വിദ്വാൻമാരെന്നൊക്കെ പറയുന്നത് മന്ത്രവാദികളാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഫറവോ ആണ് ഏറ്റവും വലിയ മന്ത്രവാദി. ഈജിപ്തിലെ ഏറ്റവും വലിയ മന്ത്രവാദിയാണ് ഫറവോ. അപ്പം അവന്റെ അഡ്വൈസേഴ്സും എല്ലാവരും അതിനേക്കാളും വലിയ മന്ത്രവാദികൾ അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈജിപ്റ്റ് മൊത്തം ഭരിച്ചുകൊണ്ടിരുന്നത് സൈറ്റൻ എന്ന് ചുരുക്കം അല്ലെ. ഈജിപ്തിൻ ദൈവം എന്ന് പറഞ്ഞാൽ ഈജിപ്തുകാർക്ക് ഒരുപാട് ദൈവങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഈജിപ്തുകാരുടെ ദൈവം എന്ന് പറഞ്ഞാൽ സൈറ്റനാണ് ചുരുക്കം. അപ്പൊ ആ സൈറ്റന്റെ വർഷിപ്പ് ചെയ്യുന്നവർ അല്ലെ, മന്ത്രവാദം വഴി വർഷിപ്പ് ചെയ്യുന്ന ഈ ആൾക്കാരോട് ദൈവം പറയുവാണ്, ദൈവത്തിന് കാണിച്ചു കൊടുക്കണം, സൈറ്റൻ അല്ല ദൈവം, ഞാനാണ് ലോർഡ്, ഞാനാണ് യഹോവ, സൈറ്റനേക്കാളും എന്താ പറയാ അവനെ ഭരിക്കുന്നവൻ ഞാനാണ് എന്ന് യഹോവയ്ക്ക് കാണിച്ചു കൊടുക്കണം അല്ലെ. അപ്പൊ അതിനുവേണ്ടിയാണ് നമുക്കറിയാം ഈ 9ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോ 15ഉം 16ഉം വാക്ക് ദൈവം ഇങ്ങനെ പറയുന്നത്. അപ്പൊ അതിനു മുമ്പ് ഈ ഒരു കാര്യം കൂടെ പറയട്ടെ. ഇവിടെ ദൈവം പറയുന്നുണ്ട്, ഞാൻ ഫറവോന്റെ ഹൃദയം കഠിനമാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനുവേണ്ടി തന്നെ പറയുന്നത്, ഇത് ഫറവോന്റെ ഹൃദയം കഠിനമാക്കും ദൈവം പറഞ്ഞിരിക്കുന്നതിന്റെ കാര്യം നേരത്തെ പറഞ്ഞത് ആയിട്ട് റിലേറ്റഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ ഒരു കാര്യം കൂടെ പറയട്ടെ. ഫറവോൻ 6 പ്രാവശ്യം അവന്റെ ഹൃദയം കഠിനമാക്കി അല്ലെ. 10 പ്ലേഗുകൾ വന്നതില് 3 പ്രാവശ്യം ദൈവം ഫറവോന്റെ ഹൃദയം കഠിനമാക്കി. പക്ഷെ അതിനു മുമ്പ് 6 പ്രാവശ്യം ഫറവോൻ തന്നെ ഹൃദയം കഠിനമാക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പൊ ദൈവം ഹൃദയം എന്തിനാണ് കഠിനമാക്കിയെന്ന് ചോദിക്കുമ്പോൾ അപ്പൊ അത് തന്നെ നേരത്തെ പറയുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫറവോനെ കൂടെ ദൈവത്തിനൊന്ന് കാണിക്കണം, ഞാനാണ് ദൈവം അല്ലെ. നിന്റെ എന്താ പറയുക പിശാചിനേക്കാളും, നീ വർഷിപ്പ് ചെയ്യുന്ന പിശാചിനേക്കാളും വലിയവൻ ഞാനാണ് അല്ലെ എന്ന് ദൈവത്തിനൊന്ന് കാണിച്ചു കൊടുക്കണം. അല്ലാതെ നമുക്ക് ദൈവത്തിന് ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഫറവോന്റെ കാര്യം തീരാവുന്ന കാര്യമേ ഉള്ളൂ അല്ലെ. ഈ 10 പ്രാവശ്യം പ്ലേഗ് ഉണ്ടാക്കി ദൈവത്തിന് ഇങ്ങനെ ലെറ്റ് മൈ പീപ്പിൾ ഗോ അല്ലെ, എന്റെ ജനത്തെ വിടുവിക്കൂ എന്നിങ്ങനെ ദൈവത്തിന് എപ്പോഴും ഇവരെ ഈ ഫറവോന്റെ മുമ്പിൽ ചെന്ന് പറയേണ്ട, മോസസിനെ പറഞ്ഞു വിട്ട് പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. വെറുതെ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഫറവോന്റെ എന്താ പറയുക അയാളുടെ ജീവിതം പോകും, ഈജിപ്റ്റ് നശിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ അല്ലെ. അപ്പൊ ഇസ്രായേൽ മക്കളെ വിടുവിക്കണമെങ്കിൽ ദൈവത്തിന് ഒരു വാക്കിന്റെ കാര്യമുള്ളൂ. കാരണം എന്ന് വെച്ചാല് ദൈവമാണ് ഈ ലോകത്തെ മൊത്തം സൃഷ്ടിച്ച ഒരൊറ്റ വാക്കുണ്ടല്ലേ. എന്നൊരു വാക്ക് ദൈവം പറഞ്ഞപ്പോ അത് അങ്ങനെ തന്നെ ആട്ടെന്ന് പറയുമ്പോ അത് ഈ ലോകം മൊത്തം വന്നത് അങ്ങനെ, ഭൂമി ആകാശം സ്വർഗവും എല്ലാം ദൈവം തന്റെ വചനം കൊണ്ട് സൃഷ്ടിച്ചു. അപ്പൊ അങ്ങനെയാകുമ്പോ ഫറവോന്റെ കയ്യിൽ നിന്ന് ഈ ഇസ്രായേലിനെ വിടുവിക്കാനാണെങ്കിൽ ഒരു വാക്കിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ അല്ലെ. എന്റെ മക്കൾ പൊക്കോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്ന കാര്യമുള്ളൂ. പക്ഷെ അതല്ല, ദൈവം ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാലും ഈ ലോകം മൊത്തം അറിയണം ഒരു ജീവിക്കുന്ന ദൈവമുണ്ടെന്ന്, ലോകം മൊത്തം അറിയണം വിടുവിക്കാൻ ശക്തിയുള്ള ഒരു ദൈവമുണ്ടെന്നുള്ള കാര്യം അല്ലെ. അന്ന് ഈജിപ്തിലുള്ള അവര് മാത്രം അറിഞ്ഞാൽ പോരാ, ഇന്നും നമ്മളും അറിയണം വിടുവിക്കാൻ ശക്തിയുള്ള ഒരു ദൈവമുണ്ട് അല്ലെ. വിടുതലുണ്ട് നമ്മുടെ ദൈവത്തിൽ എന്നുള്ള കാര്യം നമ്മളും മനസ്സിലാക്കണം. കാലാകാലങ്ങളും മനുഷ്യരും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ദൈവം ഇവിടെ എന്താ പറയുക ഒറ്റയടിക്ക് ഫറവോനെ ഭസ്മമാക്കി കളയാതെ 10 പ്രാവശ്യം പ്ലേഗ് കൊടുത്തതിന്റെ കാര്യം. അപ്പൊ 9ാമത്തെ ചാപ്റ്ററിലേക്ക് വരും. പുറപ്പാട് തന്നെ 9ാമത്തെ ചാപ്റ്ററിൽ 15ഉം 16ഉം വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ തന്നെ ഞാൻ എന്റെ കൈ നീട്ടി നിന്നെയും ജനത്തെയും മഹാമാരിയാൽ ദണ്ഡിപ്പിച്ച് നിന്റെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയാമായിരുന്നു. എങ്കിലും എന്റെ ശക്തി നിന്നെ കാണിക്കേണ്ടതിനും എന്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിന് ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു. ദൈവം ഫറവോനെ ഉപയോഗിക്കുകയാണ് ചെയ്തത്
അല്ലെ? ഫറവോ വിചാരിച്ചു ഫറവോ ദൈവത്തെക്കാളും വലിയവനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ ദൈവം ഫറവോനെ ഉപയോഗിക്കുക ചെയ്തു. ലോകം മൊത്തം അറിയണം. ഈ ഭൂമി മൊത്തം അറിയണം. ദൈവത്തിന്റെ നാമത്തെ പറ്റി അറിയണം. അല്ലെ? ഭൂമിയിലുള്ളവരും സകല മനുഷ്യരും അറിയണോ ജീവിക്കുന്ന ദൈവമുണ്ട്. അല്ലെ? ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് മനസ്സിലാക്കാൻ ആൾക്കാർ മനസ്സിലാക്കണം. അല്ലെ? അവര് ചെയ്യുന്ന മന്ത്രവാദത്തെക്കാളും അവര് വിശ്വസിക്കുന്ന സകല വിധത്തിലുള്ള വേറെ എന്താ പറയുക ദേവന്മാരെ ദേവിമാരെക്കാളും അല്ലെ? അവര് വിശ്വസിക്കുന്ന എന്താ പറയുക ഐഡൽസിനെക്കാളും എല്ലാം പവർഫുൾ ആയിട്ട് ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ലോകത്തെ മുഴുവൻ ഈ ചരാചരങ്ങൾ മൊത്തം ഈ പ്രപഞ്ചത്തെ മൊത്തം സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാകണം. അങ്ങനെ മനസ്സിലാക്കിയ കൊണ്ട് മാത്രം കാര്യമില്ല, അവര് ദൈവത്തിലേക്ക് വരണം. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. അല്ലെ? അത് മാത്രമാണ് ദൈവത്തിന്റെ ആഗ്രഹം. അല്ലെ? അതിനുവേണ്ടിയാണ് ഇത്രയധികം പ്ലേഗുകൾ ദൈവം ചെയ്തു കൂട്ടി, 10 എണ്ണം ചെയ്തു കൂട്ടി. അപ്പൊ നമുക്കറിയാം അവസാനമായി കഴിഞ്ഞപ്പോഴേക്കും അവസാനത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്ക് ഫറവോന്റെ ഭൃത്യന്മാര് ചിലർക്കെങ്കിലുമൊക്കെ പേടി വന്ന് തുടങ്ങി. അല്ലെ? അപ്പൊ ഹെയില് വന്നിട്ട് എന്താ പറയുക, ഞാൻ ആകാശത്ത് നിന്നല്ല ഹെയില് പൊഴിക്കും എന്നും കൽമഴ അല്ല കൽമഴ ഉണ്ടാകുമെന്ന് ദൈവം പറയുന്നു. അപ്പൊ അങ്ങനെയാകുമ്പോ എന്താ പറയുക ദൈവത്തിന്റെ വാക്ക് കേൾക്കുന്നവര് ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നാളെ ഞാൻ കൽമഴ പെയ്ക്കാൻ പോകുന്നു. നിങ്ങളുടെ ആടുകളെ മാടുകളെ എല്ലാം നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഭൃത്യന്മാരെ എല്ലാം നിങ്ങൾ സെക്യൂർ ആക്കുവാണെങ്കിൽ അവർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ വയലിൽ നിൽക്കുന്ന സകല മനുഷ്യർക്കും അല്ലെങ്കിൽ ആടുമാടുകൾക്കും എല്ലാം മരിക്കാൻ പോകണം, എല്ലാം ചത്തു വീഴാൻ പോകണം. അല്ലെ? അപ്പൊ ചിലരെങ്കിലും ഫറവോന്റെ ശിഷ്യന്മാരിൽ അല്ലെങ്കിൽ ഭൃത്യന്മാരില് ചിലരെങ്കിലും ദൈവത്തിന്റെ വാക്കുകൾ കേട്ടിട്ട് ഭയന്നിട്ട് എന്ന് വെച്ചാല് അവര് മൃഗങ്ങളെല്ലാം വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് ദൈവത്തിന്റെ വചനം വിശ്വാസയോഗ്യമായി തുടങ്ങിയിരുന്നു. വിശ്വാസം വന്നു തുടങ്ങിയിരുന്നു. അല്ലെ? അവർക്ക് ദൈവത്തെ പേടിയായി തുടങ്ങിയിരുന്നു. അപ്പൊ പുറപ്പാടിന്റെ 20-ാമത്തെ ചാപ്റ്ററില് പുറപ്പാടിന്റെ 9-ാമത്തെ ചാപ്റ്ററിൽ തന്നെ 20-ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, പുറപ്പാടിന്റെ 9:20 ഫറവോന്റെ ഭൃത്യന്മാരിൽ യഹോവയുടെ വചനത്തെ ഭയപ്പെട്ടവർ ദാസന്മാരെയും മൃഗങ്ങളെയും വീടുകളിൽ വരുത്തി രക്ഷിച്ചു. അപ്പൊ ചിലർക്കെങ്കിലും ഫറവോന്റെ കൂട്ടത്തിൽ നിന്നുള്ള ചിലർക്കെങ്കിലും ദൈവത്തിനോട് ഭയം തോന്നി തുടങ്ങിയിരുന്നു. അപ്പൊ അത് നമുക്ക് കാണാൻ പറ്റും. എന്താന്ന് വെച്ചാല് പുറപ്പാട് തന്നെ 12-ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോ അവര് പുറപ്പെടുന്ന സമയത്ത് അല്ലെ, പുറപ്പാട് എക്സോഡസ് തുടങ്ങുമ്പോൾ ഇസ്രായേലിന്റെ കൂടെ ഒരു വലിയൊരു സമൂഹം എന്താ പറയുക ഈ ഈജിപ്തിൽ നിന്നും കൂടെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. പുറപ്പാടിന്റെ 12-ാമത്തെ ചാപ്റ്ററിലെ 38-ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, പുറപ്പാടിന്റെ 12:38 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, വലിയൊരു സമ്മിശ്ര പുരുഷാരവും ആടുകളും കന്നുകാലികളും അനവധി മൃഗങ്ങളും അവരോടുകൂടെ പോകുന്നു. അപ്പൊ ഇസ്രായേൽ മക്കള് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവരുമ്പോ അവരുടെ കൂട്ടത്തിൽ ഒരു വലിയൊരു സമ്മിശ്ര പുരുഷാരം ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇസ്രായേലിന്റെ മക്കൾ തന്നെയല്ല അവിടെ നിന്ന് പുറപ്പെട്ടു പോകുന്നത് എന്ന് ചുരുക്കം. അല്ലെ? കുറച്ച് ഈജിപ്ഷ്യന്മാരും കൂടെ ഇവരുടെ കൂടെ ഇങ്ങോട്ട് പോന്നിരുന്നു. അപ്പൊ ഇസ്രായേൽ മക്കളുടെ കൂട്ടത്തില് എന്താ പറയുക ഇസ്രായേലിന്റെ അവിടെ ഇസ്രായേൽ മക്കള് ചിലര് ഈജിപ്ഷ്യന്മാരെ കല്യാണം കഴിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ അവരും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് പോകുന്നു എന്ന് ചുരുക്കം. അല്ലെ? ചിലര് എങ്കിലും പേടിച്ചിട്ട് കൂടെ പോകുന്നു. അല്ലെ? ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് കൂടെ പോകുന്നു എന്ന് പറയുന്നത്. അപ്പൊ ഈ സമ്മിശ്ര പുരുഷാരം പിന്നെ ഇടയ്ക്ക് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമ്മള് സംഖ്യാപുസ്തകത്തിലേക്ക് വരുമ്പോ 11-ാമത്തെ ചാപ്റ്റർ 4-ാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായി മിസ്രയേൽ മക്കളും വീണ്ടും കരഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തിന്നാൻ ഇറച്ചി ആർ തരും എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് എന്താ പറയാ സമ്മിശ്രം ആ ജാതി ഈജിപ്തിൽ നിന്ന് വന്ന് അവര് ഈജിപ്തിലുള്ള ഫുഡ് വേണം എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി അവര് ദുരാഗ്രഹികളൊക്കെ ആഘോഷിച്ചത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അല്ലെ? ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഞാനെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ദൈവത്തിന് ഇസ്രായേലിനെ താൻ സ്നേഹിക്കുന്ന പോലെ തന്നെ ബാക്കി ലോകത്തുള്ള ആൾക്കാരെയും ദൈവം സ്നേഹിക്കുന്നു. അപ്പോൾ ഇസ്രായേലിന്റെ ഒപ്പം തന്നെ ബാക്കി എല്ലാവരെയും കൂടെ കൂട്ടണം എന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് വിടുവിച്ചപ്പോൾ പുറത്തു കൊണ്ടുവന്നപ്പോൾ ഇവരെയും കൂടെ അനുവദിച്ച ദൈവം. അല്ലെ? ഇവരെ ദൈവം അനുവദിക്കത്തില്ലായിരുന്നെങ്കിൽ ഇസ്രായേലിനെ മാത്രമേ ദൈവം സ്നേഹിക്കുന്നുള്ളൂ എങ്കിൽ ദൈവം പറയും അപ്പൊ ഇവരെന്തിനാ വരുന്നത്?
അല്ലെ? ഇവരെ കൂടെ കൂടേണ്ട കാര്യമില്ല. പക്ഷെ അങ്ങനെയല്ല. അപ്പൊ ദൈവത്തിന് അത് ബുദ്ധിമുട്ടില്ല അല്ലെ? ദൈവം എപ്പോഴും ഇസ്രായേലിനെ പറ്റി ഓരോ ലോ കൊടുക്കുമ്പോഴേ ഫോറിനേഴ്സിനോട് കൺസൾട്ട് ചെയ്യണം അല്ലെ? എന്താ പറഞ്ഞിരിക്കുന്നത്? അവരെ സ്ട്രേഞ്ചേഴ്സ്, അവര് രാജ്യത്തുള്ള സ്ട്രേഞ്ചേഴ്സിനോട് കൺസൾട്ട് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തിന് ഇസ്രായേലിനെ ദൈവം ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ ബാക്കിയുള്ളവരെയും കൂടി ദൈവം ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ താൻ യഹോവയാണെന്ന് ലോകം മൊത്തം അറിയണം എന്ന് പറയുമ്പോ യേശു വഴി എന്താണ് ദൈവം നമ്മളൊക്കെ വേണ്ടി കരുതിയിരിക്കുന്നത് അല്ലെ? ഇസ്രായേലിന്റെ പാട്ടാക്കാൻ വേണ്ടി നമ്മളെയും കൂടെ ദൈവം കരുതുന്നു. യേശു തന്നെ പറഞ്ഞിട്ടുള്ളൂ, എനിക്ക് ഈ ആട്ടുംകൂട്ടതും അല്ലാതെ വേറെ ആടുകളും ഉണ്ട്, എനിക്ക് അവരെയും കൂടെ കളക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ എല്ലാവരെയും നമ്മളെയും കൂടെ ദൈവത്തിന്റെ രാജ്യത്തോടു കൂടെ കൂട്ടണം. അത് തന്നെയാണ് ദൈവത്തിന്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഫറവോന്റെ ഹൃദയം കഠിനമാക്കിയതും. ഫറവോ ഒന്ന് കാണിക്കാൻ വേണ്ടി, ലോകത്തെ കാണിക്കാൻ വേണ്ടി. ഫറവോക്ക് അന്നത്തെ ടോപ്പ് വിച്ച് ക്രാഫ്റ്റ് ചെയ്യുന്ന മന്ത്രവാദികളായിരുന്ന സമയത്ത് ആ ടോപ്പ് ആയിട്ടുള്ള മന്ത്രവാദിയെക്കാളും വലിയൊരു ദൈവമുണ്ട് അല്ലെ? മന്ത്രവാദിനെ ഒന്നുമല്ലാക്കി തീർക്കാൻ കഴിവുള്ള ഒരു ദൈവമുണ്ടെന്ന് ലോകത്തെ ഒന്ന് കാണിക്കണം. അപ്പൊ ആ ദൈവത്തെ മനുഷ്യർ വിശ്വസിക്കുമല്ലോ എന്ന് ദൈവം കരുതിയതിന്റെ കാര്യം അല്ലെ? എല്ലാവരും ദൈവത്തിന്റെ കൂടെ ഉണ്ടായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവം. അപ്പൊ നമുക്കറിയാം, നമ്മൾ വെളിപാട് പുസ്തകത്തിലേക്ക് പോകുമ്പോൾ, ഇതിപ്പോ പുറപ്പാടിന്റെ കാര്യമാണ് പറയുന്നെങ്കിൽ വെളിപാട് പുസ്തകത്തിലേക്ക് അവസാനത്തെ ബുക്കിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും 6ാമത്തെ ചാപ്റ്റർ തൊട്ട് 9ാമത്തെ ചാപ്റ്റർ വരെ ഭയങ്കര അധികം പ്ലേഗുകൾ അല്ലെങ്കിൽ ഭയങ്കര ട്രിബുലേഷൻസിന്റെ ഒരു സമയമാണ് നമുക്ക് കാണാൻ പറ്റുന്ന പല രീതിയിലുള്ള അല്ലെ? അപ്പൊ ആ 4 എന്താ പറയുന്ന ഹോഴ്സുകൾ അല്ലെ, കുതിരകൾ വരുന്നതിനെ പറ്റി നമുക്കറിയാം. സീലുകൾ പൊട്ടിക്കുമ്പോൾ അല്ലെ, യേശു സീലുകൾ പൊട്ടിക്കുമ്പോൾ നടക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഒരു ഹോഴ്സ് 2ാമത്തെ സീല് പൊട്ടിച്ചു കഴിയുമ്പോൾ വരുന്നത് രക്തത്തിന്റെ നിറമുള്ള അല്ലെ, ചുവന്ന ഒരു ഹോഴ്സ് അല്ലെ വരുന്നു. അതിന്റെ അത് യുദ്ധത്തെയാണ് കാണിക്കുന്നത്. പിന്നെ ഈ ലോകത്തിന്റെ സമാധാനം എടുത്തു കളയാൻ അല്ലെ എല്ലാ അധികാരം ആ കുതിരപ്പുറത്തുണ്ടെന്ന ആൾക്ക് കൊടുത്തിരുന്നു. പിന്നെ അടുത്ത് വരുന്നത് എന്താ പറയാ, ഫാമിൻ അല്ല, വരൾച്ച വരുന്നു. പിന്നെ പിന്നെ അടുത്ത ഹോഴ്സിനെ അത് ഹേഡീസും ഡെത്തും ഫോളോ ചെയ്യുന്നു, മരണവും പാതാളവും ഫോളോ ചെയ്യുന്നു. മരണം അല്ലേ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ നമുക്കറിയാം 6 തൊട്ട് 9 വരെയുള്ള ചാപ്റ്റർ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ കാണാൻ പറ്റും അല്ലെ? ഒരുപാട് കാര്യങ്ങൾ ദൈവം കൊണ്ടുവരുന്നു. ഓരോ ട്രംപറ്റിന്റെ സൗണ്ട് വരുമ്പോഴും അല്ലെ, എല്ലാ വെജിറ്റേഷനെ മൊത്തം എന്താ പറയാ, പുല്ലുകളും മരങ്ങളും എല്ലാം നശിച്ചു പോകുന്നു. സമുദ്രത്തില് രക്തം എന്താ ദൈവം അതിനെ സ്ട്രൈക്ക് ചെയ്യുന്നു. വെള്ളത്തിന്റെ സോഴ്സുകൾ സ്ട്രൈക്ക് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ദൈവം ചെയ്യും അല്ലെ? മരണം അല്ലെ, നമുക്കറിയാം 5ാമത്തെ ട്രംപറ്റ് സൗണ്ട് ചെയ്യുമ്പോഴേക്കും ദൈവം ആ എൻലെസ് ആയിട്ടുള്ള പിറ്റിൽ നിന്ന്, ആ പാതാളത്തിൽ നിന്ന് ഫോഴ്സുകളെ റിലീസ് ചെയ്യും ആൾക്കാരെ ടോർച്ചർ ചെയ്യാൻ വേണ്ടി. എന്തിനാണ് ദൈവം ഇതൊക്കെ ചെയ്യുന്നത്? എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ ദൈവത്തിലേക്ക് നോക്കുന്നതിന് വേണ്ടി, ദൈവത്തിലേക്ക് വരുന്നതിന് വേണ്ടി അല്ലെ? അപ്പൊ നമുക്കറിയാം 6ാമത്തെ ആ സീല് പൊട്ടിക്കുന്ന സമയത്ത് വലിയ ഒരു ഭൂമികുലുക്കം ഉണ്ടായിട്ട് ആൾക്കാരെല്ലാം കേവുകളിലേക്കൊക്കെ ഓടിക്കേറുക ചെയ്യുന്നത്. എന്നിട്ട് അവര് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഗുഹകളിലേക്ക് അവർ ഓടിച്ചെല്ലുക. അപ്പൊ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മലയും കല്ലുകളെല്ലാം ഞങ്ങളുടെ പുറത്തേക്ക് വീഴട്ടെ. കാരണം അവനെ ഫേസ് ചെയ്യാൻ പറ്റത്തില്ല, ദൈവത്തെ ഫേസ് ചെയ്യാൻ പറ്റത്തില്ല അവർക്ക് അല്ലെ? പക്ഷെ എന്നിട്ടും കൂടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തെ അവർക്കൊന്ന് വിളിക്കാൻ, ഒന്ന് അപേക്ഷിക്കാൻ, ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളോട് പൊറുക്കണമെന്ന് പറയാനുള്ള മനസ്സ് അവർക്കില്ല. ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും 6ാമത്തെ ട്രംപറ്റിന്റെ സൗണ്ട് വന്നതിന് ശേഷവും ആർക്കും ഒരു എന്താ പറയുക, ദൈവമേ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറയാനുള്ള ഒരു മനസ്സില്ല. അവർ ആരും തന്നെ മനസ്സ് കാണിക്കുന്നില്ല. അപ്പൊ അതാണ്. എന്നിട്ടും എന്താ പറയുക, ദൈവം വിട്ടുകൊടുക്കുന്നില്ല അല്ലെ? ദൈവത്തിന് എല്ലാവരെയും ഇഷ്ടമാണ്. ദൈവം പറയുന്ന എല്ലാവരും ദൈവത്തിന്റെ ഒപ്പം ഉണ്ടായിരിക്കണം. അതാണ് ദൈവത്തിന്റെ താല്പര്യം. അപ്പൊ അതിനുവേണ്ടിയാണ് അത്രയധികം പ്ലേഗുകൾ അല്ലെ? അതിനുവേണ്ടിയാണ് ഈജിപ്തിൽ ദൈവം അത്രയധികം പ്ലേഗുകൾ നടത്തിയത്. അപ്പൊ അതിനുവേണ്ടി തന്നെയാണ് ഇനി റെവലേഷൻ, വെളിപാട് പുസ്തകത്തിൽ ദൈവം അത്രയധികം കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതിന്റെ കാര്യവും ഇത് തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വഴികൾ വഴി ദൈവം എല്ലാവരെയും തന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ദൈവത്തിന്റെ സ്നേഹം, അതാണ് ദൈവത്തിന്റെ കരുണ. നമ്മൾ ഒരാളെ പോലും നശിപ്പിച്ച് കളയണം താല്പര്യമില്ലാത്ത നമ്മുടെ ദൈവമാണ് അല്ലെ? അതിനുവേണ്ടിയാണ് ദൈവം ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കിയത്. അന്ന് ഈജിപ്തിലുള്ള ആൾക്കാർ അറിയണം ഫറവോനല്ല ദൈവം എന്നും, ഫറവോനേക്കാളും വലിയ ദൈവം ഉണ്ടെന്നുള്ള കാര്യം അറിയണം അല്ലെ? ഫറവോൻ ആരാധിക്കുന്ന പിശാചല്ല ദൈവമെന്നും, ആ പിശാചിന്റെ നാഥനായിരിക്കുന്ന, പിശാചിനേക്കാളും വലിയവൻ ജീവിക്കുന്ന ദൈവമുണ്ട്
ഉണ്ടെന്നുള്ള കാര്യം അറിയണം. ഇന്നും അത് തന്നെയാണ് മനുഷ്യവർഗത്തോട് ദൈവം പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാക്ക്, എന്നെ മനസ്സിലാക്ക്, അല്ലെ? അതാ ദൈവം പറഞ്ഞിരിക്കുന്നത്. എന്റെ സൃഷ്ടിയെ നീ എന്റെ അടുത്തേക്ക് വായു. അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, അല്ലെ? എന്റെ സൃഷ്ടി, ഞാൻ നിങ്ങളെ എന്റെ കൈകൊണ്ട് സൃഷ്ടിച്ചതാണ്. എന്റെ ചങ്കിലെ ചോര കൊടുത്ത് നിങ്ങളെ സ്നേഹിക്കുന്നതാണ്. നിങ്ങൾ എന്റെ അടുത്തേക്ക് വായു, എന്നെ മനസ്സിലാക്കുക. എന്റെ ഒപ്പമായിരിക്കും നിങ്ങളുടെ ജീവിതം മൊത്തം സ്പെൻഡ് ചെയ്യാൻ പോകുന്നു. അല്ലെങ്കിൽ നിങ്ങൾ പാതാളത്തിൽ പോകേണ്ടി വരും. പാതാളം നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചത് അല്ല, പിശാചിന് വേണ്ടി സൃഷ്ടിച്ചതാണ്. അവിടെ ഒരിക്കൽ പോലും കെട്ടുപോകാത്ത തീയാണുള്ളത്. അവിടുത്തെ പുഴുക്കൾ ഒരിക്കൽ പോലും നശിച്ചു പോകുന്നില്ല. അവിടുത്തെ കഷ്ടപ്പാട് ഭയങ്കരമാണ്, അല്ലെ? അവിടെ ചത്ത ശവശരീരങ്ങൾ കൂട്ടിയിടുന്ന സ്മെല്ല്, അതിന്റെ അഴുകുന്ന സ്മെല്ലുള്ള സ്ഥലമാണ്. അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ സൃഷ്ടിച്ചത് അല്ല. അതാണ് ദൈവം പറയുന്നത്. എന്റെ സ്നേഹം നിങ്ങൾക്ക് ഉള്ളതാണ് എന്ന്. വരൂ, എന്നിലേക്ക് വരൂ. ദൈവം വിളിക്കുന്നതിന്റെ കാര്യം ഇതാ. കാരണം അവന്റെ സ്നേഹം വളരെ അധികമാണ്, അല്ലെ? അവന്റെ സ്നേഹം ആർക്കും എന്താ പറയാ, അളക്കാൻ സാധിക്കാത്തതാണ്. അത്രയധികം നമ്മളെ അവൻ സ്നേഹിക്കുന്നു, അല്ലെ? അപ്പൊ എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത്, ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ യേശുവിലേക്ക് തിരിച്ചു വരിക. നിങ്ങൾ യേശുവിനെ സ്നേഹിക്കാത്ത വ്യക്തികളാണെങ്കിൽ സ്നേഹിക്കുക, അല്ലെ? ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ഹി ഈസ് ഗുഡ്. നമ്മുടെ ദൈവം വളരെയധികം നല്ലവനാണ്. നമ്മുടെ യേശുവിനെ പോലെ ഒരു ദൈവമേ ഇല്ല. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. യേശുവിലേക്ക് തിരിച്ചു വരും, അല്ലെ? ഇപ്പൊ ഫറവോന്റെ ഹൃദയം എന്തിനാണ് ദൈവം കഠിനമാക്കിയത് എന്ന് ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതാണ് ഉത്തരം. ഫറവോക്കിനെ ഒന്ന് അറിയിപ്പിക്കണം ദൈവത്തിന്. ഫറവോവിനേക്കാളും വലിയവനാണ് ദൈവം എന്നുള്ള കാര്യം, അല്ലെ? മാരെ കൊണ്ടൊന്ന് അറിയിപ്പിക്കണം. ഈ ലോകത്തെ മൊത്തം ജീവിക്കുന്ന ദൈവമുണ്ട്, കരുണയുള്ള ദൈവമുണ്ട് എന്നുള്ള കാര്യം. അപ്പൊ അതാണ് എനിക്കിന്ന് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് സമയത്തിന് നന്ദി പറയുന്നു. അങ്ങയുടെ സ്നേഹം പോലത്തെ സ്നേഹമില്ല കർത്താവേ. നന്ദി പിതാവ്. കർത്താവ് കൂടെ ഉള്ളതിനായിട്ട് നന്ദി പറയുന്ന കർത്താവേ. ലോർഡ് ഫാദർ ഗാഡ്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ആൾക്കാരും ഒട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ്, അങ്ങയിൽ വളരെയധികം റൂട്ടഡ് ആയിരിക്കട്ടെ, എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കട്ടെ കർത്താവ്. അവര് അങ്ങയിൽ ഒരുപാട് വളരുന്ന വ്യക്തികളായിരിക്കട്ടെ കർത്താവേ. അങ്ങയുടെ ഹൃദയത്തിൽ എത്തിച്ചേരുന്നവരായിരിക്കട്ടെ കർത്താവേ. ഓ മാസ്റ്റർ, ഞങ്ങളുടെ കയ്യിൽ തെറ്റും കുറ്റങ്ങളും വന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം അപേക്ഷിക്കുന്നു. കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ളതിനായിട്ട് നന്ദി പറഞ്ഞു. യേശുവിൻ കർത്താവേ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും അങ്ങനെ വിശ്വസിക്കാത്ത വ്യക്തികളാണ് ഈ കർത്താവെ. ഓ ലോർഡ് ഫാദർ, ഐ പ്രേ ഫാദർ ഗോഡ് ദാറ്റ് യു മേ, കർത്താവെ, അവർ അങ്ങിലേക്ക് നയിക്കണമെന്ന് അപേക്ഷിക്കുന്നു. യേശുവിൻ നാമത്തിൽ സകലവിധത്തിലുള്ള അനുഗ്രഹം എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ കേട്ടാൽ നന്ദി. ദൈവത്തിനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ.